ഹലോ ഗായ്സ്, ഇന്ന് നമുക്കില്ലേ നല്ലൊരു ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ബട്ടർ കപ്പ് കേക്ക് ഉണ്ടാക്കിയാലോ. ഭയങ്കര ടേസ്റ്റാണേ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഡ്രൈ ആയിട്ടുള്ളൊരു ബൗളിലേക്ക് 150 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ലോ സ്പീഡിൽ ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബട്ടർ നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ചാൽ ഇതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കിട്ടും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ട് ബീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ. സംഭവം 2 മണിക്കൂറെങ്കിലും പുറത്ത് വെക്കണം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊരു 2 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടിച്ച പഞ്ചസാരയാണ് 1/4 കപ്പ്. ഇനി നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാര ചേർക്കുന്നുണ്ട് 1 കപ്പ് ചേർത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്തിട്ട് അതൊന്ന് മിക്സാകുന്ന രീതിയിൽ തന്നെ 2-3 മിനിറ്റ് ലോ സ്പീഡിൽ തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ആ ഒരു രീതിയിൽ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ബട്ടറും പഞ്ചസാരയും നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ലൊരു ക്രീമി ആയിട്ടുള്ള ബട്ടർ ക്രീമായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് വാനില എസൻസ് ചേർത്ത് കൊടുക്കണം. 2 ടീസ്പൂൺ വാനില എസൻസാണ് നമ്മളിപ്പോൾ ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. 1 മിനിറ്റോളം ലോ സ്പീഡിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ വാനില എസൻസും ബട്ടറും പഞ്ചസാരയും ഒക്കെ നല്ലപോലെ മിക്സാക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ട നമുക്കിതിലേക്ക് പൊട്ടിച്ച് വയ്ക്കണം. അപ്പോൾ 3ഉം ഒരുമിച്ചിട്ടല്ല, ഓരോ മുട്ട വീതം നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു മുട്ട എടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് 3 എണ്ണം ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുമിച്ച് ബീറ്റ് ചെയ്യുന്നതിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ ബാറ്റർ ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഓരോ മുട്ട വീതം ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ സിമ്പിളാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കണം കേട്ടോ, ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുക്കരുത്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു അരമണിക്കൂറെങ്കിലും പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റൂം ടെമ്പറേച്ചറിൽ മുട്ട കിട്ടും കേട്ടോ. എന്നിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഒരുപാട് ഫ്ലഫി ഒന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ മിക്സാക്കി കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾ ബീറ്റർ വെച്ചിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. നമുക്കിത് ഫോർക്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതവിടെ മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിൻ്റെ മേലിൽ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതിലോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മൈദയിലേക്ക് നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. നമ്മളിതിൽ ബേക്കിംഗ് സോഡയൊന്നും യൂസ് ചെയ്യുന്നില്ല, വെറും ബേക്കിംഗ് പൗഡർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. 1/4 ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒരു തവണ അരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. 2-3 തവണയൊന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒരു തവണ അരിച്ചെടുത്താൽ മതിയാവും. ഇനി നിങ്ങളിങ്ങനെ സെപ്പറേറ്റ് അരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ ഒരു മുട്ട മിക്സ് ഉണ്ടല്ലോ, ബട്ടറിൻ്റെ ആ ഒരു മിക്സിൻ്റെ മേലിൽ തന്നെ അരിപ്പ വെച്ചിട്ട് അങ്ങനെയും അരിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ മൈദയൊക്കെ അരിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഈ ഒരു ബട്ടർ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ നമ്മുടെ അരിച്ച് വെച്ചിട്ടുള്ള മൈദൻ്റെ പകുതി പോർഷന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സായി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബീറ്റർ വെച്ചിട്ട് തന്നെയാണ് മിക്സാക്കുന്നത്, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളൊരു സ്പാച്ചിൽ വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ. അതല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്താൽ മതിയാകും. ഇനി അതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് ഇളം ചൂടുള്ള പാലും കൂടി ഒഴിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇളം ചൂടുള്ള പാല് 1/2 കപ്പ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സായി കൊടുക്കാം. അതിന് ശേഷം വീണ്ടും മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, ആ ഒരു മൈദ മിക്സ് ഇതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കാം. ഹൈ സ്പീഡിലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് 2-3 കറക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിൽ നമ്മുടെ ബാറ്റർ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇരിക്കും കേട്ടോ. നല്ലൊരു തിക്നെസ്സാണ്, ലൂസി അല്ല. അതുപോലെ തന്നെ നല്ലൊരു ബട്ടറിൻ്റെ ഫ്ലേവറോട് കൂടിയിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കപ്പ് കേക്കിൽ അല്ലെങ്കിൽ സാധാരണ നമ്മുടെ കേക്ക് ടിന്നിലും നമുക്കിത് ബേക്ക് ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ലൊരു
തിക്കായിട്ടുള്ള ക്രീമി ടെക്സ്ചറിൽ വേണം നമുക്ക് ഈ ഒരു ബാറ്റർ കിട്ടാൻ, അല്ലാണ്ട് ലൂസായിട്ടല്ല. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് കപ്പ് കേക്ക്സ് വേണം. അപ്പോൾ ഇതുപോലത്തെ പേപ്പർ മോൾഡുള്ള കപ്പ് കേക്ക്സ് ഞാൻ ഇപ്പോൾ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കപ്പ് കേക്ക് ബേക്ക് ചെയ്യുന്ന ട്രേ ആണ്. അപ്പോൾ ഇതില്ലെങ്കിൽ സാധാരണ ഒരു ട്രേയിൽ കപ്പ് കേക്ക്സിൻ്റെ മോൾഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്ങിൽ ഞാൻ വെക്കുന്നത് ഇതുപോലത്തെ പ്യുവർ ഹാർട്ടിൻ്റെ ചോക്കോ ഹേസൽനട്ടിൻ്റെ സ്പ്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബ്രാൻഡ് തന്നെ വെക്കണമെന്നില്ല, ന്യൂട്ടെല്ല ഉണ്ടെങ്കിൽ അത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏത് സ്പ്രെഡ് വേണമെങ്കിലും നമുക്കിതിൽ ഫില്ലിംഗ് ആയിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ, ചോക്ലേറ്റ് സ്പ്രെഡ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ചോക്ലേറ്റ് ഉണ്ടല്ലോ, കോമൺ ചോക്ലേറ്റ്, അത് നമുക്ക് ജസ്റ്റ് ഒന്ന് മെൽട്ടാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ സ്പ്രെഡ് ആകുമ്പോൾ സംഭവം ഈസി ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഒരു കപ്പ് കേക്ക്സിൻ്റെ ആ ഒരു മോൾഡിൽ ഫസ്റ്റ് ഒരു ടേബിൾ സ്പൂണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മേലിൽ വീണ്ടും കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ബട്ടർ ക്രീം വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ലെവലായി കൊടുക്കുകയും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഈ കേക്ക് ബേക്കാവുന്ന സമയത്ത് പൊന്തിയിട്ട് അങ്ങനെ കുളമായിപ്പോവും, നമ്മുടെ ഉള്ളിലത്തെ ഫീലിംഗ് എല്ലാം പുറത്ത് വന്നു. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് കേക്കിൻ്റെ മോൾഡിൽ മൊത്തം 12 ഉള്ളത്. അപ്പോൾ ഇത് കൂടാണ്ട് ബാക്കി വന്ന ബാറ്റർ ഞാൻ വേറൊരു പാത്രത്തിലും കൂടി ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കപ്പ് കേക്ക്സും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് എല്ലാത്തിലും നമ്മുടെ ആ ഒരു മുട്ടൻ്റെ ബാറ്റർ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ സ്പ്രെഡ് ഇതിൻ്റെ മേലിൽ വെച്ച് കൊടുക്കാം. ഞാനൊരു സ്പെഷ്യലി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ചിട്ട് ഹേസൽനട്ടിൻ്റെ ആ ഒരു ചോക്ലേറ്റ് സ്പ്രെഡായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റ് കൂട്ടാൻ. അപ്പോൾ ന്യൂട്ടെല്ലയോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്താ പറയുക പ്യുവർ ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹേസൽനട്ടിൻ്റെ നമ്മുടെ ഈ ഒരു സ്പ്രെഡ് എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ആ ഒരു ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. എന്നിട്ട് ഇതിൻ്റെ മേലിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കപ്പ് കേക്ക്സിൻ്റെ റെസിപ്പിയാണിത്. ഇനിതാ ബാക്കി വന്ന ബാറ്റർ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സെറാമിക്കിൻ്റെ ബൗളിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 170 ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക്സ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ 2 ഭാഗവും നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ ബേക്ക് ചെയ്യണം. മേലത്തെ ഭാഗം ഒരു വൈറ്റ് കളർ ആവുന്നതിലല്ല, നല്ലൊരു ഇതുപോലത്തെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിത് ക്ഷമയില്ലാത്തതുകൊണ്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെയാണ് തുറക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ബട്ടറിൻ്റെ ഫ്ലേവറുള്ള കേക്ക്, അതിൻ്റെ ഉള്ളിൽ ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡ്, അതിങ്ങനെ കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളി സ്വർഗ്ഗം കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബായ്.